ഫോട്ടോ എടുക്കാനാ? ഫോട്ടോ എടുത്ത് നമുക്ക് ഇതിന്നെ ദിവ അവിടെ നിൽക്ക. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിപ്പോൾ എണീച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പൂപ്പൊലിക്ക് പോവുകയാണ് കേട്ടോ. അപ്പം മൂത്തമ്മ ഉണ്ട്, അതുപോലെ തന്നെ അനിയത്തിമാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിയിട്ട് വരാം കേട്ടോ. അതിനു മുമ്പ് നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ പോയിട്ട് വേഗം മാറ്റിയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ദിവമോളെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? സുന്ദരിയായ ദിവമോള്. ഇതാ ദിവാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിൽ. നോക്കട്ടെ, അത് യാദർച്ഛികമായിട്ട് അങ്ങനെ കിട്ടിയൊരു ഡ്രസ്സാണ് കേട്ടോ. ഇനി എന്നെ കാണിച്ചിടാം ഗൈസ്. അപ്പം ഞാനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. കൈ നിറച്ചും വരച്ച് വെച്ചിക്കുക അല്ലേ? കയ്യിലെന്താ വരച്ച് വെച്ചേ? കയ്യില് കയ്യാട്ട് നോക്കട്ടെ. എൻ്റെ കയ്യിലും വരച്ചേച്ചി. അങ്ങനെ ബസ് കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനാണ് ഇഷ്ടംപോലെ ആൾക്കാരുള്ളത് കേട്ടോ. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പൂപ്പൊലി കയറുമ്പോൾ തന്നെ ഇങ്ങനെ പൂപ്പൊലി എന്ന് എഴുതിയിട്ട് കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഞാനെടുത്തില്ല, മൂത്തമ്മൻ്റെതും അതുപോലെ തന്നെ മക്കളതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ കയറി ഇനി ഉള്ളിലേക്ക് ഇനി ഫുള്ള് നടക്കാനാണ് കേട്ടോ ഉള്ളത്. നടന്ന് ചുറ്റി കാണണം. പിന്നെ കയറുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള നല്ല ചെണ്ടുമല്ലിയാണ് അതിൻ്റെ പേരെന്താണ്, ആ ഒരു പൂവൊക്കെ കണ്ടു. പിന്നെ ഫുൾ ഡാലിഗേൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുള്ള ചെടികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പകൽ വരുമ്പോൾ നമുക്കിങ്ങനെ ചെടികളൊക്കെ കാണാൻ വേണ്ടി പറ്റും. രാത്രി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെടികളൊന്നും അങ്ങനെ അതിൻ്റെ ഭംഗിയൊന്നും അത്ര ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഉച്ച സമയത്തായതുകൊണ്ട് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു, അതുകൊണ്ട് തലക്കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ചുറ്റി കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നടുക്കൊരു തടാകമുണ്ട്. പിന്നെ അതിൽ കൈപ്പത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെടിയാണ് കേട്ടോ. നല്ല ചെണ്ടുമല്ലില്ലേ, ആ മഞ്ഞ നല്ല ഉദിച്ച കളറായത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ. എന്നിട്ട് വീഡിയോ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറേ പടർന്നിങ്ങനെ കിടക്കുന്നതും കൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കണ്ണിന് നന്നായിട്ട് എന്താ പറയുക, നല്ല കുളിർമേകുന്ന കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞൊരു സ്റ്റാച്ചു, ഇത് പിന്നെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്ന ഒരു ഗ്രൗണ്ട് പോലുള്ള ഏരിയയിലേക്കാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. സ്ലൈഡിങ് ആയിട്ടുള്ള അങ്ങനെ കളിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നുണ്ടായിരുന്നു. ദിവമോളും അതുപോലെ തന്നെ സിദ്ധുവും കൂടിയിട്ട് എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഇതിലൊന്നും അങ്ങനെ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഉള്ളിലേക്ക് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് നമ്മൾ പൈസ കൊടുത്തത് കേട്ടോ. മറ്റേ ചാടി കളിക്കുന്ന ഒരു സാധനമല്ലേ, എന്താ അതിൻ്റെ പേര്, എനിക്കതിൻ്റെ പേരറിയൂല. ചാടി കളിക്കുന്ന ഒരു സ്പോഞ്ച് പോലുള്ള ഒരു സാധനമല്ലേ, അതിൻ്റെ മുകളിൽ കയറിയിട്ട് രണ്ടാളും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അതിന് മുമ്പ് അവിടെ എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം രണ്ടാളും തീവണ്ടിയിലൊക്കെ കയറി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതുപോലുള്ള സാധനത്തിലൊക്കെ കയറി മറിഞ്ഞു ഉരുതി. ദിവമോക്കാണെങ്കിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. മെല്ലെ 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 വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പൊരിഞ്ഞ വെയിലത്താണ് ഈ കളിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി ഇതാണെങ്കിൽ പൊരിഞ്ഞ വെയിലത്താണ് വെച്ചത് കൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. അങ്ങനെ രണ്ടാളെയും കയറ്റി കുറച്ച് നേരം അവർ അതിൽ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്ന ഇങ്ങനെ സ്റ്റാളുകളിലേക്കാണ് കേട്ടോ. സ്റ്റാളുകൾ പിന്നെ കുറേ പണ്ടത്തെ പോലെ കുറേ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ കുറേ നമ്മളെ പണ്ടത്തെ മുട്ടായികളൊക്കെ കണ്ട് അതിന് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലുള്ള കുട്ടികളെ ആകർഷിക്കുന്ന കുറേ സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. പേന, പെൻസില്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, സ്റ്റിക്കർ അതൊക്കെയായിരുന്നു. പിന്നെ കീ ചെയിൻ അതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പേന തന്നെ വെറൈറ്റി മോഡലിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കുള്ളതാണ് ഈ ഒരു ഇതിലുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ഫാൻസി ഐറ്റംസാണ് ഗേൾസിന് പറ്റിയത്. ഇത്രയും കണ്ടിട്ട് ഞാൻ ഇതിന്ന് ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെയിൽ പോളിഷ് ഉണ്ട്, വള ഉണ്ട്, മാല ഉണ്ട്, കമ്മലുണ്ട്. കമ്മൽ ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ നിന്നെല്ലാം.
കമ്മലിൻ്റെ സെക്ഷൻ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇങ്ങനത്തെ റോസ് ഗോൾഡിൻ്റെ മാല ഉണ്ട്, എല്ലാ തരത്തിലുള്ളതുണ്ടായിരുന്നു. പിന്നെ കമ്മലിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അപ്പോൾ കമ്മൽ ഞാൻ ഒരു 3 വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 ഏതെടുത്താലും 40 എന്നാണ് വാങ്ങിയത്. അപ്പോൾ ഏതെടുത്താലും 40, അപ്പോൾ 3 ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ബോട്ടിലിന് വില ചോദിച്ചപ്പോൾ 1000 സംതിങ് ആണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ തൊട്ടപ്പുറം ഇരിക്കുന്ന ആ ചങ്ങായി വരെ ഇതാ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ അയച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദിവമോക്ക് മൈലാഞ്ചി ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈലാഞ്ചി ഇടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈലാഞ്ചി ഇടാണ്. ഇത് പിന്നെ ആകെ 1-2 ദിവസമേ നിൽക്കുള്ളൂ. 50 രൂപയാണ് കേട്ടോ ഇതിന്. വീട്ടിൽ നിന്ന് ഇന്നലെ കളർ അടിച്ചിട്ട് ഫുള്ളും കൈ കൊളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അയാൾ എങ്ങനെയൊക്കെ മായ്ച്ചു കേട്ടോ. മായ്ച്ചു തന്നെ ഫുള്ളും പോയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മേലെ കൂടി തന്നെ അച്ചൊക്കെ വെച്ച് ഇട്ടു കേട്ടോ. പിന്നെ വലിയ രസമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒക്കെ കൈ നിറച്ച് ഇടണം, ഭയങ്കര പൂതി. അന്നേരം വിചാരിച്ചു എന്തിനാ ഇപ്പോൾ വെറുതെ ഓളെ ആഗ്രഹം കണ്ടിട്ട് സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഇടിപ്പിച്ചു കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഇയാളാണെങ്കിൽ ഏതൊക്കെയൊക്കെയോ തരത്തിലുള്ളത്, ഒന്നൊന്നും മാച്ചല്ലാത്ത ഏതൊക്കെയോ ഡിസൈനൊക്കെയാണ് എടുത്തിടുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വേഗം പോകും, കളർ വേഗം പോകുന്ന പറഞ്ഞാൽ വേഗം പോകും കേട്ടോ. അപ്പോൾ ദിവമോൾ ഇവിടെ ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഗെയിം കളിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഗെയിം ചെക്കന്മാരൊക്കെ എറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കളിച്ചില്ല, നമ്മളിങ്ങനെ വെറുതെ നോക്കി നിന്നു കേട്ടോ. അപ്പോൾ അതിലെന്തൊക്കെയോ സമ്മാനമുണ്ട്. പിന്നെ റിങ് എറിയുന്നതൊക്കെ ഉണ്ടായിരുന്നു. റിങ് എറിയുന്ന അപ്പുറമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നടന്ന് ക്ഷീണിച്ച് വിശന്ന് പോയിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് ഫുഡിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളിഫ്ലവർ പൊരിച്ചത് ഞങ്ങൾ വാങ്ങി. പിന്നെ തക്കുത പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാനിപ്പൂരി അല്ലേ ഇത്, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെതാണെങ്കിൽ അക്കൗണ്ടിലാണ് പൈസ ഉള്ളത്. ഇവിടെ വന്നിട്ടാണ് റേഞ്ചും ഇല്ല, പൈസ ഇട്ട് പേ ആവുന്നുമില്ല. എന്നിട്ട് അവിടെ തന്നെയുള്ള അവരോട് തന്നെ വൈഫൈ ഓണാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ പൈസയൊക്കെ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കയ്യിലുള്ളതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തി ഇതാ ഇവിടെ പാനിപ്പൂരി കഴിച്ചു. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ആളായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പം എടുത്തതാണെങ്കിൽ വലുതുമായിപ്പോൾ ഇത് മൊത്തം വായിൽ കൊള്ളണ്ടേ, അങ്ങനെ എങ്ങനെയൊക്കെയോ കുത്തി കൊള്ളിച്ചു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല. പണ്ട് ഞാൻ കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ പറഞ്ഞു എടി രസമുണ്ട്, നീ ഒന്ന് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനൊരു മോരും വെള്ളം വാങ്ങി കേട്ടോ. സോഡയൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സോഡയും പിന്നെ പച്ചമുളകും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വെള്ളം അത് വാങ്ങിട്ടോ. സർബത്ത് അത് വാങ്ങി കുടിച്ചപ്പോൾ തന്നെ വയറൊരു വരുവായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാത്റൂം തപ്പി നടക്കണോന്ന് വിചാരിച്ചു, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഗ്രൗണ്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളെ ഇതെല്ലാം ഉള്ളത് കേട്ടോ. എന്താണ് ഊഞ്ഞാലയും ആകാശത്തോണിയും പിന്നെ ഡിസ്കോ ഡാൻസോ എൻ്റെ പേര് ഡാൻസിങ് ആയിട്ടുള്ള എൻ്റെ ബ്രേക്ക് ഡാൻസോ ആ സാധനമൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാത്തിനും കയറണമെങ്കിൽ 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അങ്ങനെ 2 അനിയത്തിമാരും ഇങ്ങനെ ചാടിത്തുള്ളി പോയിട്ടുണ്ട്. അതിൽ കയറണം, ആകാശത്തോണിയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ 2 ആളും പോയപ്പോൾ ഭയങ്കര ധൈര്യമാണെന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. 2 എണ്ണം കയറിയിട്ട് കൂക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കയറിയപ്പോൾ ഏറ്റവും മേലത്തെ ആ സൈഡിലാണ് കേട്ടോ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ. ഏറ്റവും ലാസ്റ്റ് അവിടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ആളും കൂക്കി വിളിച്ച് ഞങ്ങൾ താഴെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം അവരത് കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ സിദ്ധുവിന് കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ 2 പേരായതുകൊണ്ട് സിദ്ധുവിന് പിന്നെ കയറ്റിയില്ല കേട്ടോ. അവനെ നോക്കിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് 2 ആളെന്തായാലും കയറ്റാത്ത നന്നായി കേട്ടോ. അല്ലെങ്കിൽ അവർ 2 പേരും പേടിച്ച് തന്നെ ഇരുന്നത്. പിന്നെ സിദ്ധുവിനെ കൂടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇതായിപ്പോയേനെ. പിന്നെ ഞാനും സിദ്ധുവും വോൾഗേച്ചും ദിവമോളും കൂടിയിട്ട് ഇതിൽ കയറി, ബ്രേക്ക് ഡാൻസിൽ കയറിയിട്ട് ഞാൻ വെച്ച് ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇതങ്ങോട്ട് തിരിയാനും മറയാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായിട്ടോ. ഞാൻ കരയല്ല, ഞാനിങ്ങനെ കൂക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ദിവമോള് പറയാം ഒച്ച ഉണ്ടാക്കല്ലേ അമ്മ, ഒന്നും മിണ്ടാതിരിക്കുന്നു. അവൾക്കൊരു കൂസല്ല. അവൾ ഊഞ്ഞാലൊക്കെ കയറിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെയല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരഞ്ഞ് എൻ്റെ ബോധമെല്ലാം പോകാനായിട്ടുണ്ടായിരുന്നു. ദിവമോളാണെങ്കിൽ ഒരു പ്രശ്നമല്ല കേട്ടോ. അവൾക്ക് ഇങ്ങനത്തേൽ കയറുന്നതിന് പേടിയോ അങ്ങനത്തെ ഒരു ഇതുമില്ലായിരുന്നു. ഞാനാണ് കരഞ്ഞിതാക്കിയത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇതിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ എനിക്ക് ആ പേടിയെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് എന്തെങ്കിലും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പകലായതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല. രാത്രി ആകുമ്പോഴാണ് നല്ല തിരക്കുണ്ടാവുക കേട്ടോ.
അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തല ഇറങ്ങി വരുന്ന പോലെയാണ് കേട്ടോ വന്നത്. എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിദ്ധു മോളികേച്ചിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ദിവമൂക്കൂട്ട അങ്ങനെ കുറച്ച് നമ്മൾ എല്ലാം ചുറ്റി കണ്ട് പിന്നെ അധികം കാണാൻ മാത്രമല്ല പിന്നെ അതിലൂടെ തന്നെ വന്ന് ഇപ്പുറത്ത് കൂടെ വന്ന് കുറച്ച് ചെടികളൊക്കെ തന്നെയാണ് കണ്ടത്. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ മീനങ്ങാടി പോയിട്ട് മീനങ്ങാടിയിൽ നിന്ന് പിന്നെ മമ്മൂട്ടിലേക്ക് ബസ് കയറാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങളിതാ ബസ്സിൽ കയറി നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിലൊക്കെ കൊണ്ട് നല്ലോണം ക്ഷീണിച്ച് വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും മൂത്തമ്മൻ്റെ വീട്ടിൽ വന്നു. മൂത്തമ്മൻ്റെ വീട്ടിൽ വന്നിട്ട് മൂത്തമ്മ ചായയും കടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പൂപ്പലി വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വയനാട്ടിൽ വന്ന് പൂപ്പലി കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത വർഷം എന്തായാലും വന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.